എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രസ്റ്റീജിന്റെ ഇലക്ട്രിക് റൈസ് കുക്കറിന്റെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായി, ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അതിനുശേഷം ഞാൻ ആദ്യമൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ലായിരുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലും റൈസ് വയ്ക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കുക്കറിലൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ ജസ്റ്റ് അത്യാവശ്യമായിട്ട് പുറത്ത് പോവുകയാണ്, നമുക്ക് തിരിച്ചു വരുമ്പോഴേക്ക് റൈസൊക്കെ വേണം. പക്ഷെ നമ്മൾ കുക്കറിലൊക്കെ വെച്ചിട്ട് പോകാനും പറ്റില്ല. നമുക്ക് കുക്കറിൽ അടിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് പോകാനുള്ള ടൈമും ഇല്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഇതിൽ നമുക്ക് റൈസ് വയ്ക്കുവാണെങ്കിൽ നല്ല എളുപ്പമാണ്. ഞാൻ മിക്കവാറും അങ്ങനെ ചെയ്യാറ്. അല്ലാത്തപ്പോഴൊക്കെ കുക്കറിൽ വെക്കും, നോർമൽ കുക്കറിൽ വെക്കും. ഇതിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് വരുമ്പോഴേക്കും ചോറ് റെഡി ആയിട്ട് ഇട്ടിട്ട് പോകാൻ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രമായിരുന്നു ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇതും അത് തന്നെയായിരുന്നു. നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് പോയാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിട്ട് വാമിൽ കിടന്നോളും. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല ചൂട് ചോറ് നമുക്കെടുത്ത് കഴിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു ആവശ്യത്തിന് മാത്രമായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആയപ്പോൾ ഞാൻ അടുത്തടുത്ത് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ എപ്പോഴും തന്നെ യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വളരെ ഈസിയാണ് ഇതിലുണ്ടാക്കാൻ. വെറൈറ്റി റൈസുകൾ ഉണ്ടാക്കില്ല നമ്മൾ. വെറൈറ്റി റൈസിനൊക്കെ ഇതിൽ കുക്കാവുന്ന റൈസ് അടിപൊളിയാണ്. ഇങ്ങനെ റൈസുകൾ ഒട്ടാതെ കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ ആദ്യം ഞാൻ റൈസ് മാത്രം വെക്കാൻ തുടങ്ങി. പിന്നെ വെറൈറ്റി റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു നോക്കിയതാണ്. ഓരോന്നും ഇങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ റെഡ് റൈസ് ഇതിൽ കുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം എടുക്കും, എങ്കിൽ കൂടി കുക്ക് ചെയ്യാൻ പറ്റും. കേക്ക് ഉണ്ടാക്കാൻ പറ്റും, കറി ഉണ്ടാക്കാൻ പറ്റും. നമുക്കതിൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട്, ഇപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ ഇത് മേടിച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയില്ലാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അറിഞ്ഞോട്ടെ എന്നുള്ളതിൽ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതിൻ്റെ ഒരു യൂസ്. കുറേ നാളായി വാങ്ങിയിട്ട് ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ റൈസ് കുക്കർ. ഇത് ഉപയോഗിക്കാൻ ആർക്കും ഉപയോഗിക്കാം. ഇതിലൊരു കൺഫ്യൂഷൻ ആകാൻ ഒരുപാട് സ്വിച്ചോ ഒന്നുമില്ല. ഒരേ ഒരു സ്വിച്ചേ ഉള്ളൂ. അത് ജസ്റ്റ് നമ്മൾ പ്ലഗ് കുത്തിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ടാൽ മതി താഴേക്ക്. അത് കുക്കും. മേലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് മേലേക്ക് പോയിട്ട് കുക്ക് ചെയ്യണ ഇത് വാമായിട്ട് ഇരുന്നോളും. ഇതാണ് ആ കുക്കറിൻ്റെ ഉൾവശം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ പാത്രങ്ങൾ മാത്രമാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പാത്രങ്ങൾ നമ്മൾ വാഷ് ചെയ്തിട്ട് നന്നായി തുടച്ചതിന് ശേഷം ഇങ്ങനെ കുറച്ച് വെള്ളമായിട്ട് പോലും ഇങ്ങനെ വെക്കാൻ പാടില്ല. അതെടുത്ത് നന്നായി തുടച്ചതിന് ശേഷം മാത്രമേ വെക്കാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കറണ്ടിലേക്കല്ലേ നമ്മൾ വെക്കുന്നത്, അതുകൊണ്ടാണ്. മെഷർമെൻ്റൊക്കെ നന്നായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനെടുത്ത് തുടച്ച് വെച്ചതാണ് കേട്ടോ ഈ പാത്രം. അപ്പോൾ അതിനൊപ്പം കിട്ടിയതാണിത്. ഇത് നമ്മൾ റൈസ് അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതെങ്ങനെ മേലേക്കാക്കി വെക്കണം നമുക്ക് എടുക്കാൻ എളുപ്പത്തിന്. തന്നെ നമുക്ക് വൈറ്റ് റൈസ് എങ്ങനെ കുക്ക് ചെയ്തെടുക്കാം ഇതിലെന്ന് നോക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റ് ഗ്ലാസ് ആണ്. അതിന് 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ 2 ഗ്ലാസ് എടുക്കുന്നതും അതുപോലെ അതിന് വെള്ളം ഒഴിക്കുന്നതൊക്കെ ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരാൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് അത് ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് കഴുകി അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് എൻ്റെ കയ്യിലുള്ള റൈസ് സോന മൈസൂരി റൈസിലെ JMR എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. നിറയെ ഗ്ലാസ്സിൽ നിറച്ചാണ് കേട്ടോ എടുക്കുന്നത്. ചിലർ ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുക്ക് ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ അങ്ങനെ കഴുകി അങ്ങ് ഇടുകയാണ് ചെയ്യാറ്. വെള്ളത്തിൽ എന്തോ ഒരു കരട് ചാടിയിട്ടുണ്ടല്ലോ, അത് നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ ഇത്രയും വെള്ളമാണ്, 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ പ്ലഗ് കുത്താം, ജസ്റ്റ് അടച്ചു വയ്ക്കാം, നമുക്ക് ഓൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് താഴേക്ക് ആക്കി ഇട്ടാൽ മതി. കണ്ടോ എത്ര എളുപ്പമാണ്. അപ്പോൾ ശ്രദ്ധിച്ചോ കേട്ടോ, 12 മണിയാവാൻ 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് വെച്ചത്. ഞാനിത് ജസ്റ്റ് ഇങ്ങനെ പൊക്കി കാണിക്കണമെന്നുള്ളൂ കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ പൊക്കി നോക്കാൻ പാടില്ല. അങ്ങനെ ഇടയ്ക്ക് പൊക്കി നോക്കി അത് കുക്കാവാനുള്ളയില്ലേ, റെഡി ആവാനുള്ള ടൈം പിന്നെയും കൂടുതൽ എടുക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇടയ്ക്ക് പൊക്കി നോക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ മേലെ ആയി റെഡി ആയിക്കോളും. ഇപ്പോൾ ടൈം ശ്രദ്ധിച്ചോളൂ കേട്ടോ.
അത് കുക്കായതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് എടുത്ത് നോക്കാനായിട്ട്. അപ്പോൾ തന്നെ തുറക്കരുത്. ആ സ്റ്റീമിലിരുന്ന് കൂടി കുറച്ചും കൂടി അത് കുക്കാവണം. അപ്പോൾ നമുക്ക് റൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ റൈസ് കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്ത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി റെഡ് റൈസ് ഉണ്ടാക്കി നോക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്ന റൈസ് ഡബിൾ ഹോൾസിൻ്റെ വടിമട്ട റൈസാണ്. അരമണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയ റൈസാണിത്. അതിനുശേഷം നമുക്ക് വൈറ്റ് റൈസ് ചെയ്ത പോലെ തന്നെ ഇട്ട് കൊടുക്കാം, കഴുകി വാരിയിടാം. അതിനുശേഷം നമുക്ക് ഇതിന് റെഡ് റൈസിന് ഒരുപാട് വെള്ളം വേണമല്ലോ, ഒരുപാട് വെള്ളത്തിൽ കിടന്ന് വേണ്ടേ വേവാൻ, വേവ് കൂടുതലല്ലേ ഇതിന്. അതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഈ മെഷർമെൻറ്റിൽ നോക്കിയാൽ അറിയാം, നമ്മൾ 8 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഈ ഒരളവിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ ഒഴിച്ചാൽ അത് മെത്തി പുറത്തേക്ക് വരും, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരളവിന് ഒഴിച്ചാൽ കറക്റ്റാണ് കേട്ടോ. 2 ഗ്ലാസ് അരിയാണ്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഓൺ ചെയ്യാം. സമയം നോക്കിക്കോളൂ, സമയം കറക്റ്റായിട്ട് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് നോക്കാൻ പാടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഇങ്ങനെ തിളച്ച് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 11:30 ആയി. അപ്പോൾ നമുക്ക് റൈസ് ഇതേ ഇങ്ങനെ വെള്ളമൊക്കെ പറ്റി ഈ ഒരളവിന് ഈ ഒരു പരുവത്തിലിരിക്കുന്നുണ്ട്. ഫുള്ള് വെള്ളം പറ്റിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നോക്കുമ്പോൾ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. കണ്ടോ, റൈസ് വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കാം. ജസ്റ്റ് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ, ഇങ്ങനെ ജസ്റ്റ് പിടിച്ച് നോക്കുമ്പോൾ സോഫ്റ്റ് ആണെങ്കിൽ. പക്ഷെ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. അത് എന്താ പറയുക, ഒരു ഞോളപ്പ് കണക്ക് വരില്ലേ. അപ്പോൾ ആ കട്ടിയായിട്ടൊക്കെ വരാതിരിക്കാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം, അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി അപ്പോൾ കുക്കും ആവും. അപ്പോൾ അതൊന്ന് കെട്ടിക്കിടക്കാതെ ഇരിക്കും. അല്ലെങ്കിൽ റൈസ് ഇങ്ങനെ കെട്ടിപ്പോവില്ലേ, റൈസ് കെട്ടിപ്പോകുമെന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്നോടെ തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളത് കോരിയെടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിട്ടു കേട്ടോ. അതിനുശേഷം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. കണ്ടോ, ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട്, വെന്ത് പോയിട്ടുമില്ല, എന്നാൽ വേവ് കുറവുമില്ല, കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രിക് റൈസ് കുക്കറിൽ നമ്മൾ റെഡ് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുള്ളൂ, നന്നായിട്ട് തന്നെ കുക്കായി കിട്ടുന്നുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ പോയതിന് ശേഷമുള്ള റൈസാണ് കേട്ടോ. നന്നായിട്ട് വെള്ളം പോയില്ല, ഞാനിപ്പോൾ കോരി വെച്ചിട്ട് അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്. എന്നാലും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, റൈസ് കുക്കറിൽ റൈസ് ഉണ്ടാക്കണമെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും റൈസ് കുക്കറിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. കണ്ടോ, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ അളവൊക്കെ കാണിക്കാം കേട്ടോ. കണ്ടോ, ഈ ഒരു അളവിലാണ് നമ്മൾ ഷുഗർ എടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. ഷുഗർ ഇട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇനി ഇട്ട് കൊടുക്കുന്നത് ബട്ടർ ഉരുക്കിയെടുത്തതാണ്, പിന്നെ വാനില എസൻസുമാണ്. അപ്പോൾ വാനില എസൻസ് നമ്മൾ 1 ടീസ്പൂണാണ് ഇടുന്നത്. ഇതിലേക്ക് ഞാൻ ബട്ടറും ഇട്ട് കൊടുക്കുകയാണ്. ഉരുക്കി ചൂടോട് കൂടിയല്ല കേട്ടോ, ജസ്റ്റ് ഉരുക്കിയെടുത്ത ബട്ടർ തണുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഈ ഒരളവിലാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് 2 ഇട്ടതിന് ശേഷം നന്നായിട്ടും അത് അടിച്ച് എടുക്കണം. ഒന്നര കപ്പ് മൈദയ്ക്കുള്ള കേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. സ്വീറ്റ് ആണെങ്കിലും കുറച്ച് ഉപ്പിടണം. അപ്പോൾ നമ്മൾ ആ പൗഡർ മൈദ അരിച്ചെടുക്കണം. അപ്പോൾ ഈ പൗഡറിലേക്ക് തന്നെ ഞാൻ ബേക്കിംഗ് പൗഡർ ഇടുവാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് അത് രണ്ടും മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്തു. അതിനുശേഷം അത് കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ബലൂൺ പോലത്തെ ആ ഒരു തവി വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ അതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് പാലൊന്നും ഒഴിച്ചില്ല കേട്ടോ, അതിൽ തന്നെ ഞങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റി. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. പ്രീ ഹീറ്റ് ചെയ്തൊന്നുമില്ല കേട്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് വെച്ച് കൊടുത്തു.
അപ്പോൾ 5:05 കേട്ടോ ടൈം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എത്ര സമയമായെന്ന് ഞാൻ കാണിക്കാം കേട്ടോ, എത്ര സമയം എടുത്തു ഇത് ബേക്കാവാനെന്ന്. കണ്ടോ, ഇത്രയും ടൈം എടുത്തു ബേക്കാവാനായിട്ട്. ഇപ്പോൾ ഈ കേക്ക് കണ്ട വട്ടയപ്പത്തിൻ്റെ മേലെ ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ, പക്ഷെ നല്ല സോഫ്റ്റ് കേക്കുമായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിൽ വെച്ചുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ മേലെ മാത്രം ഇങ്ങനെ ഇപ്പം നമ്മൾ അവനിലും സാധാ കുക്കറിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെയല്ല മേലെ ഇരിക്കുന്നതേ ഉള്ളൂ. ടേസ്റ്റിന് ഒരു കുറവുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റുമായിരുന്നു. അതുപോലെ നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ, വളരെ ഈസിയാണ്. നല്ല ടേസ്റ്റി കേക്കും ഉണ്ടാക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ അടിപൊളി കേക്കൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്ത് കഴിച്ചു. ഇനി നമുക്ക് ജസ്റ്റ് റൈസ് കുക്ക് ചെയ്തിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ പുലാവ് ഉണ്ടാക്കാം. ഇതിൽ ഇങ്ങനെയാണ്. അപ്പോൾ വെജിറ്റബിൾ ആദ്യം റെഡിയാക്കി എടുക്കാം. അതിനുശേഷം പനീർ ഫ്രൈഡ് റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പനീർ കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ടിട്ടത്, അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ ഇടുള്ളൂ. ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള പനീർ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ട. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ പുലാവും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, വളരെ എളുപ്പമാണ്. നമുക്ക് പാസ്ത ഉണ്ടാക്കി നോക്കാം ഇതിൽ. അപ്പോൾ ജസ്റ്റ് ഇട്ടു. ഞാൻ വെള്ളം തിളച്ചതിന് ശേഷമാണ് സാധാരണ ഇടുക. ഇതിപ്പോൾ ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ടു. അതിനുശേഷം കുറച്ച് ഉപ്പും കുറച്ച് ഒലിവ് ഓയിലും ഒഴിച്ചു. എന്നിട്ട് മൂടി വെച്ചിട്ട് ഓൺ ചെയ്യുകയാണ് ചെയ്തത്. കുറച്ച് നേരം മതി, ഇത് പെട്ടെന്ന് കുക്കാവും. അത് ഈ ചെറിയ ചെറിയ പീസ് പെട്ടെന്ന് കുക്കാവും. അതിനുശേഷം അരിച്ചിട്ട് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിന് നമുക്ക് ഒനിയൻ, ഗാർലിക്ക്, ടൊമാറ്റോ, പിന്നെ റെഡ് ചില്ലിയാണ് വേണ്ടത്. ഇതിലൊഴിക്കാൻ വേണ്ടി പാത്രം ചൂടാക്കാൻ വയ്ക്കുമ്പോൾ ഇത് കുക്കിൽ കിടക്കില്ല കേട്ടോ. വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് താന്നിട്ട് കുക്കിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അത് ആ വാമിൽ മാത്രം, കണ്ടോ, വാമിലാണ് കിടക്കുള്ളൂ. അപ്പോൾ വാമിൽ തന്നെ ആക്കിയിട്ടാണ് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഫസ്റ്റ് നമ്മൾ ഗാർലിക്ക് ഇടണം കേട്ടോ, എന്നാലേ ആ ഒരു സ്മെല്ല് വരുള്ളൂ. ഗാർലിക്ക് ഇട്ടതിന് ശേഷം ചില്ലി ഇട്ടു. എന്നിട്ട് പോലും അതിന് ആ വെയിറ്റ് വരുന്നില്ലല്ലോ, അപ്പോൾ അതങ്ങ് താഴുന്നില്ല. താഴ്ന്നിട്ട് ആ താഴത്തൊരു ഇതില്ലേ, കറണ്ട് വരുന്ന ഇത്, അപ്പോൾ അതിൽ നന്നായിട്ട് ഇങ്ങനെ അമർന്നിരുന്നാലാണ് ചൂട് വരുള്ളൂ, കുക്കെന്നുള്ള ഒരു ഇതിൽ വരുള്ളൂ. ഇപ്പോൾ ആ വാമിൽ ഒരു വാം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുവാണ്. ഒനിയനും ടൊമാറ്റോ ഒക്കെ ഒരുമിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതിനൊരു വെയിറ്റ് വരുമല്ലോ. അപ്പോൾ നന്നായിട്ട് കുക്കെന്നുള്ള ആ ഓപ്ഷനിലിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല, ഇത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതിനുശേഷം നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് പാസ്തയെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് അടച്ച് മൂടി വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള പാസ്ത റെഡിയാവും. വളരെ എളുപ്പം നമുക്ക് ചെയ്യാവുന്നതാണ്. കണ്ടോ, അത് ഇട്ട് കഴിഞ്ഞപ്പോൾ കുക്കെന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. എല്ലാം കൂടെ ഇട്ടപ്പോൾ വെയിറ്റ് വന്നല്ലോ. അപ്പോൾ വെയിറ്റ് ഇല്ലെങ്കിൽ അത് ആ വാമിൽ തന്നെയാണ് കേട്ടോ കിടക്കുമല്ലോ. ആവശ്യത്തിന് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സോസൊക്കെ ഒന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് നമ്മൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ പാസ്ത കുക്ക് ചെയ്ത്, അതിട്ട് കൊടുക്കാം. ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ താഴെ. പാസ്ത ഉണ്ടാക്കുന്നതിൽ വളരെ എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാട്ടോ ഇത്. അപ്പോൾ അത്രയ്ക്ക് അറിയില്ലാത്തവർക്കൊക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാസ്ത കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ ഉപ്പിട്ടെങ്കിലും ആ വെള്ളം ഊറ്റി കളഞ്ഞപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പിട്ട് കൊടുത്താലാണ് ആ പാസ്തയിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പാസ്ത ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം മൂടി വെക്കണം. എന്നാലാണ് ആ ടൊമാറ്റോ സോസൊക്കെ അതിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പാസ്ത റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ടൈം എടുത്ത് വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.